അപ്പൊ ഫസ്റ്റ് ഒരു ഓഡീഷന് പോകുന്നത് ഹാപ്പി വെഡിങ്ങിന്റെ ഓഡീഷന്. അപ്പൊ എന്ത് മനസ്സിൽ വെച്ചിട്ടാണ് ആ ഓഡീഷന് പോകുന്നത്? ധൈര്യത്തിലാണ് ഇല്ല, അത് എന്താ അറിയോ, എനിക്ക് ചെറുപ്പം മുതലേ ഈ സ്റ്റേജ് ഫിയർ ഇല്ല. നന്നായിട്ട് പഠിക്കുന്ന കുട്ടികൾക്കൊന്നും പഠിക്കാത്ത കുട്ടികൾക്കുള്ള ഒരു കോൺഫിഡൻസ് ഇല്ലേ, അതാണുള്ളത്. അവിടെ ചെന്നപ്പോഴത്തേക്കും ഒരു പട്ടാളത്തിനുള്ള പിള്ളേരുണ്ട് ഓഡീഷന്. അപ്പൊ ഞാൻ ഇത് എങ്ങനെ ഇതില്ല. അപ്പൊ എനിക്ക് ആദ്യമായിട്ടാണ് ഇത് എന്താ ചെയ്യേണ്ടത് ഒന്നും അറിയില്ല. നാടകം ചെയ്ത ശീലമുണ്ട് എനിക്ക്. നാടകത്തിൽ പോയിട്ടുണ്ട്, സ്റ്റേറ്റിൽ പോയിട്ടുണ്ട്. ഒരുപാട് ആൾക്കാരുടെ മുമ്പിൽ നിന്നൊരു 1.5 മണിക്കൂറിന്റെ ഒക്കെ പ്ലേ ഒറ്റയ്ക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ കോൺഫിഡൻസ് ഉണ്ട്. പക്ഷെ ഓഡീഷൻ നമുക്ക് ആദ്യമായിട്ടാണ്, ക്യാമറ ആദ്യമായിട്ടാണ്. അങ്ങനെ അവർ പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചാൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചപ്പോൾ ഒരു സ്ക്രിപ്റ്റ് വന്നു, ഇത് പഠിച്ചിട്ടാണ് ചെയ്യേണ്ടത്. അപ്പൊ നോക്കിയപ്പോ എല്ലാവർക്കും ആ സ്ക്രിപ്റ്റ് തന്നെ എല്ലാവർക്കും കൊടുത്തേക്കുന്നത്. സെയിം റാഗിങ് സീന്, ഞാൻ ചെയ്ത റാഗിങ് സീൻ, പാട്ട് മാത്രം വ്യത്യാസമുണ്ട്. ഹോട്ടലില് ഒരു സ്റ്റേജിൽ അതിന്റെ ഫ്രണ്ടിൽ നിന്നിട്ടാണ് ഇതെല്ലാം നമ്മൾ ചെയ്യേണ്ടത്. ഓഡിയൻസും വന്നിരിക്കുന്ന പാരന്റ്സും കുട്ടികളും എല്ലാം നമ്മുടെ മുമ്പിലുണ്ട്. അവരുടെ മുമ്പിൽ തന്നെ നമ്മൾ ചെയ്യുന്നത് നമ്മൾ ഓൾറെഡി കണ്ടോണ്ടിരിക്കുകയാണ്. ഒരു കണ്ടസ്റ്റൻസ് കയറുന്നു, അവർ പെർഫോം ചെയ്തു, ഇറങ്ങി പോകുന്നവരുടെ മുഖത്ത് നമുക്ക് കാണാം, ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് നമുക്ക് നേരിട്ട് നമ്മൾ വിറ്റ്നസ് ചെയ്യുക. അപ്പൊ നമ്മുടെ കോൺഫിഡൻസ് ഇങ്ങനെ ചോർന്ന് പൊക്കോണ്ടിരിക്കുക. അങ്ങനെ ഫൈനലി എന്റെ കോളും എത്തി. അപ്പൊ ഞാനിത് എങ്ങനെ, അപ്പൊ ഞാൻ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും നന്നായിട്ട് പാടാൻ ശ്രമിക്കുന്നതാ. അതായത് പാടാൻ അറിയാത്ത ആൾക്കാർ പോലും ഇത് ക്യാരക്ടർ കിട്ടാൻ വേണ്ടി നന്നായിട്ട് ശ്രമിക്കും. അപ്പൊ എനിക്ക് എന്റെ മനസ്സിൽ തോന്നിയതാണ്, ഇതെങ്ങനെ പോയാൽ ശരിയാവത്തില്ലല്ലോ, അപ്പം ഒന്ന് മാറ്റി ചെയ്തു നോക്കാം, ഒന്ന് പാളി ചെയ്തു നോക്കാം എന്ന് വിചാരിച്ചു. ചിരി വന്നു കഴിഞ്ഞാൽ ആരെങ്കിലും ഈ കൊച്ചു ഒന്ന് ഓർത്തിരിക്കുമല്ലോ. അങ്ങനെ ഞാന് ആ പാട്ട് ഹരിമുരളീരവായിരുന്നു അങ്ങനെ ഞാന്. അപ്പൊ നമ്മള് കൂടെ നിൽക്കുന്ന ആളായിട്ടും ഒക്കെ നമ്മൾ സങ്കല്പിച്ച് വേണം ചെയ്യാനായിട്ട്. ഇവിടെ ഒരാൾ നിപ്പുണ്ട്, ഇവിടെ ഒരു ചേട്ടൻ നിപ്പുണ്ട്. അപ്പൊ നമ്മളിങ്ങനെ ചേട്ടാ പറ, ഇല്ല ചേട്ടാ പറ. അപ്പൊ അങ്ങനെ അതൊന്നും അവര് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അപ്പൊ നമ്മൾ ഇതെല്ലാം ഇങ്ങനെ ചെയ്തിട്ട് നാടകം ചെയ്തതിന്റെ ഗുണമാണ് ഇതെല്ലാം. അങ്ങനെ ഈ പാട്ട് പാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ആൾക്കാർ ചിരിക്കാൻ തുടങ്ങി. അപ്പൊ എനിക്ക് ലൈവ് റെസ്പോൺസ് അറിയാൻ തുടങ്ങി. അപ്പൊ എന്റെ കോൺഫിഡൻസ് കയറി, ഞാൻ നല്ലോണം പെർഫോം ചെയ്ത് ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇവര് പറഞ്ഞു പറയാം എന്ന് പറഞ്ഞു. 1-2 ആൾക്കാരുടെയും കൂടെ ഞാൻ അവിടെ ഇരുന്ന് കണ്ടു. പിന്നെ വേറെ വീട്ടിൽ പോയി, കോളേജിൽ പോയി. എന്നെ ആക്കിയിട്ട് പപ്പ പോയി. 1 ആഴ്ച 2 ആഴ്ച 3 ആഴ്ചയായിട്ടൊന്നും വിളി വരുന്നില്ല. പിന്നെ ഒരു കോള് വന്നിട്ട് പറഞ്ഞു സെലക്ട് ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ ട്രാജഡി ഹീറോയിനായിട്ടല്ല. അപ്പൊ അവര് പറഞ്ഞു ഗ്രേസിന് ഇങ്ങനെ ഹീറോയിൻ ആവാനുള്ള ഒരു ലുക്ക് ഇല്ല. അത്രയും നേരം ഉണ്ടാക്കിയെടുത്ത കോൺഫിഡൻസ് ഒക്കെ തകർത്തില്ല. നമുക്ക് അങ്ങനത്തെ വലിയ കോൺഫിഡൻസ് അല്ല. പക്ഷെ അതിനകത്ത് കാസ്റ്റിംഗ് കോള് ആക്ച്വലി ഹീറോയിന് വേണ്ടിയിട്ടുള്ളതായിരുന്നു. അനു ചെയ്ത ക്യാരക്ടറിന്, അനുസിത്ത ചെയ്ത ക്യാരക്ടറിനായിരുന്നു. ഓക്കെ, എന്തെങ്കിലും ആവട്ടെ, കിട്ടിയില്ലോ എന്ന് പറഞ്ഞിട്ട് ഞങ്ങള് പോയി ഷൂട്ട് ചെയ്തു. അത് നല്ല ഭംഗിയായിട്ട് വന്നു. അതാണ് അതിന്റെ കഥ. അപ്പൊ ഇങ്ങനെ ഹാപ്പി വെഡിങ്ങിന്റെ ആ ഓഡീഷൻ എല്ലാം കഴിഞ്ഞ് ഇപ്പൊ വേറൊരു വൈറൽ കോണ്ടന്റ് ആയിട്ട് ചേച്ചി ഇങ്ങനെ നാഗേന്ദ്രൻ ഹണിമൂണിൽ തിളങ്ങി നിൽക്കുകയാണ്. എനിക്കറിയാം ലില്ലിക്കുട്ടി എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടറിനെ അറിയുന്ന എല്ലാവർക്കും ചേച്ചിയുടെ ക്യാരക്ടർ തന്നെയാണ് അതിനകത്ത് ഏറ്റവും ഇഷ്ടമായിട്ടുള്ളത്. ഞാൻ കേട്ടിട്ടുണ്ട് കനി കുസൃതി പറഞ്ഞിട്ടുള്ളത്, എനിക്ക് ആ ക്യാരക്ടർ ചെയ്യണമായിരുന്നു, പക്ഷെ ഗ്രേസ് ആണ് ചെയ്യുന്നതെങ്കിൽ എനിക്ക് കുഴപ്പമില്ല, ഗ്രേസ് അത് നന്നായിട്ട് ചെയ്തോളൂ എന്ന്. ആ ഒരു വിശ്വാസം ഉണ്ടല്ലോ, ആ ചേച്ചി എങ്ങനെ ആ ഒരു വിശ്വാസത്തെ ആദ്യം കാണുന്നത്, നന്നായി ചെയ്തോളും എന്ന് പറയുന്ന ഒരു കാര്യം? അതൊരു ഭാഗ്യമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അത് ഒരുപാട് നാളുകൊണ്ട് നമ്മൾ നേടിയെടുക്കേണ്ട ഒരു കാര്യമാണ്. കാരണം നമ്മുടെ പെർഫോമൻസിലൂടെ നമുക്കത് എല്ലാവർക്കും തോന്നിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ വെറുതെ ഒരാളെ കാണുമ്പോൾ നമുക്കത് കിട്ടില്ല. അപ്പൊ അങ്ങനെ ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് ഒരു ഭാഗ്യം തന്നെയാണ്. അപ്പൊ എൻ്റെ അടുത്ത് വരുന്ന ക്യാരക്ടേഴ്സിൽ എപ്പോഴും ഞാൻ ഡയറക്ടറിനോട് ചോദിക്കാറുണ്ട് എന്തുകൊണ്ടാണ് എന്നെ വിളിക്കുന്നത് എന്നുള്ളത്. അപ്പൊ അവര് പറയുന്ന ഉത്തരവാണ് എനിക്ക് അടുത്ത പടത്തിലേക്കുള്ളൊരു പ്രചോദനം എന്ന് പറയുന്നത്. തന്നെ കണ്ട് എഴുതിയതാണ്, അല്ലെങ്കിൽ ഇത് താൻ വന്നാൽ നന്നായിരിക്കും എന്ന് ചെയ്യുന്നതിന് മുന്നേ അവർക്കുള്ളൊരു കോൺഫിഡൻസ് ആണ് ശരിക്കും നമ്മുടെ ഭയങ്കര ഒരു ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത്. അപ്പൊ കനിയൊക്കെ അങ്ങനെ പറഞ്ഞ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. അതുപോലെ തന്നെ ചേച്ചി ഭയങ്കര ഒബ്സർവ് ചെയ്യുന്ന ഒരാളാണെന്ന് എനിക്കറിയാം. അപ്പൊ ചേച്ചി നാഗേന്ദ്രൻ ഹണിമൂണിലെ ഒരു സീന്, അതില് കുതിരയെ പോലെ കാല് ബാക്കിലേക്ക് ഒരുപാട് ട്രോളിയായിരുന്നു, ഭാഗ്യോടെ പട്ടിയാവാഞ്ഞെന്ന് അപ്പൊ പറയുകയും ചെയ്തു ബേസിലി, എനിക്ക് ഏതെങ്കിലും പട്ടിയെ കാണുമ്പോ ഒന്ന് നോക്കണം. അല്ല ചേച്ചി ഏത് സെറ്റിൽ പോയാലും ആ ഒബ്സർവേഷൻ ഉള്ളതുകൊണ്ടല്ലേ. അതെന്താ അറിയോ, അത് ഞാൻ പറഞ്ഞില്ലേ, ഇത് ചെറുപ്പത്തിലെ ആ ടീച്ചേഴ്സിനെയൊക്കെ ഒബ്സർവ് ചെയ്ത് കിട്ടിയേക്കുന്ന ആ ഒരു പരിപാടി, അതങ്ങനെ പോണില്ല. അപ്പൊ അങ്ങനെ ഞാൻ അറിയാതെ എപ്പോഴോ ഓർത്ത് വന്ന ഒരു പുള്ളിക്കാരിയുടെ ഒരു രീതിയിലാണ് ഡയലോഗ് പറയാൻ ശ്രമിച്ചിട്ടുള്ളത്. എസ്പെഷ്യലി ആ ഫസ്റ്റ് നൈറ്റിലുള്ള ആ സീനിൽ കുതിരയെ പോലെ ചാടി വരുന്നത്, നമ്മള് കുതിരയുടെ ആ മൂവ്മെന്റ് കണ്ടിട്ടുണ്ടെങ്കിലും പെട്ടെന്ന് അങ്ങനെ ചാടി വരുന്നുള്ള സുരേഷേട്ടൻ പോലും പേടിച്ചോ? എനിക്ക് തോന്നുന്നു
അതെന്താ അറിയോ, നമ്മള് ആദ്യത്തെ പെണ്ണ് കാണൽ ചടങ്ങിന് ഇട്ടു കുതിരയുടെ സംഭവം. അതിന്റെ ഒരു കണ്ടിന്യൂറ്റി പിടിക്കണം. നമ്മൾ ആ ഒരു സ്ഥലത്ത് ഇട്ടിട്ട് അങ്ങ് പോകുന്നല്ല, അതിനൊരു കണ്ടിന്യൂറ്റി നമുക്ക് വേണം. അപ്പൊ അത് ആ ക്യാരക്ടർ കണ്ടിന്യൂറ്റി ചിലപ്പോൾ നമ്മുടെ കൂടെയുള്ള അസിസ്റ്റൻസോ അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ള AD-മാരോ ഒന്നും ചിലപ്പോൾ അത് ഓർത്തൊന്നും വരില്ല, പറഞ്ഞൊന്നും വരില്ല. പക്ഷെ നമ്മളത് ഓർത്തിരിക്കണം, നമ്മുടെ ക്യാരക്ടറിന്റെ കണ്ടിന്യൂറ്റി ആണല്ലോ. അപ്പൊ അന്നേരമാണ് എന്റെ ഫൈനൽ സീനാന്ന് തോന്നുന്നു അത്. അന്നത്തെ ദിവസം എടുത്തിരുന്ന ഫൈനൽ സീൻ. അപ്പൊ ഞാൻ ഡയറക്ടറിനോട് ചോദിച്ചു, ചേട്ടാ ഈ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിട്ട് ഞാനൊന്ന് അവിടെ നിന്ന് ഈ കുതിരയുടെ കുളമ്പടി അടിച്ചിട്ട് ഇങ്ങനെ ചാടി വന്നോട്ടെ എന്ന് ചോദിച്ചു. അപ്പൊ എന്നോട് ചോദിച്ചു അതെങ്ങനെ ചെയ്യാൻ പോണേന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ഇങ്ങനെ കാണിച്ചു കൊടുത്ത് ഇങ്ങനെ ചാടി സൗണ്ട് എഫക്ട്. അപ്പൊ ചേട്ടൻ ചിരിച്ച്. അപ്പൊ ഞാൻ പറഞ്ഞു, ചേട്ടാ ഇതൊക്കെ എനിക്ക് ഈ ക്യാരക്ടറെ ചെയ്യാൻ പറ്റുള്ളൂ, വേറെ ഒരു ക്യാരക്ടർ എനിക്ക് ഇത് ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അപ്പൊ സുരാജേട്ടൻ പറഞ്ഞു കൊള്ള അടിപൊളി. ഞാൻ പറഞ്ഞു, എന്നിട്ട് ഞാൻ സുരാജേട്ടൻ പിടിച്ച് ബെഡിലേക്ക് അങ്ങനെ ഇടുന്നിട്ട് ജോഷേട്ടാ എന്ന് പറഞ്ഞു. അത് അങ്ങനെ നമ്മൾ ചോദിക്കുമ്പോ ചെയ്തോളാൻ പറയുന്ന ഡയറക്ടേഴ്സ് ഉണ്ടെങ്കിൽ ഭയങ്കര എളുപ്പമാണ് അത്. കാരണം ഈ ഒരു കാര്യം പറഞ്ഞപ്പോ എനിക്ക് ഓർമ്മ വന്നത് നമ്മുടെ ദിലീപ് ഏട്ടനും അതുപോലെ ആക്ടേഴ്സ് ഒക്കെ വരുന്ന സമയത്ത് അവർ അങ്ങോട്ട് ചോദിക്കാറുണ്ട്, ഞാൻ ഇങ്ങനെ ചെയ്തോട്ടെ, ഞാൻ അങ്ങനെ ചെയ്തോട്ടെ, ഇംപ്രവൈസ് ചെയ്യാൻ വേണ്ടിട്ട് അല്ലേ. അപ്പൊ ചേച്ചി അത് ഈ കോമഡീസ് കൂടുതൽ കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാറുണ്ടോ? ശരിക്കും കോമഡി കൂടുതൽ നമ്മൾ ചെയ്യാൻ നേരത്ത് അല്ലെങ്കിൽ കോമഡി ഷോർട്സ് എടുക്കുമ്പോൾ നമ്മുടെ കൂടെ നിൽക്കുന്ന ആക്ടേഴ്സും കുറച്ചും കൂടെ നമ്മളെ എലിവേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അത് ചിലപ്പോൾ ചില റിയാക്ഷൻസ് ആയിരിക്കും, ചിലപ്പോൾ ചില ഡയലോഗ്സിൽ എവിടെയെങ്കിലും ഒരു ഗ്യാപ്പിലായിരിക്കും. അപ്പോൾ അത് അതായത് നമുക്ക് കിട്ടണ അവസരം നമ്മൾ ആ സ്പോട്ടിൽ അടിക്കണം. അതാണ് ഹ്യൂമറിന്റെ ടൈമിങ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അത് എനിക്ക് നാഗേന്ദ്രൻസ് കണ്ടിട്ട് ദിലീപേട്ടനെ വിളിച്ചിരുന്നു എന്നെ. അപ്പൊ ഞാൻ ആകെ വണ്ടർ അടിച്ചു. ഞാൻ ദിലീപേട്ടൻ ഞാൻ അയ്യോ സംസാരിച്ചു തുടങ്ങിയപ്പോഴാണ് ശരിക്കും ദിലീപേട്ടനാ. അപ്പോൾ ഇങ്ങനെ നാഗേന്ദ്രൻസ് കണ്ടു, എനിക്ക് അതിലെ ക്യാരക്ടർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ എനിക്ക് എന്ത് പറയണമെന്ന് അറിയാൻ പാടില്ല. കാരണം ഞാൻ ചെയ്തൊരു കോമഡി പടത്തിന് അല്ലെങ്കിൽ ഒരു കോമഡി ക്യാരക്ടറിന് ഒരു റെക്കഗ്നിഷൻ ദിലീപേട്ടൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടുമ്പോൾ എനിക്കത് എന്തോ വലിയ ലോട്ടറി അടിച്ച ഫീലായിരുന്നു. എന്നിട്ട് ചേട്ടൻ പറഞ്ഞത് ഇങ്ങനെയാണ്, ഗ്രേസിന്റെ ടൈമിങ് ഭയങ്കര രസമുണ്ട്, ഹ്യൂമറിന് എപ്പോഴും വേണ്ടത് അതാണ്. നമുക്ക് ഫീമെയിൽ ആക്ടേഴ്സിന് കുറച്ച് കുറവുള്ളതും ചിലപ്പോൾ ചിലർക്ക് മനസ്സിലാവില്ല അത്. അപ്പൊ അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്, സുരാജേട്ടനോടും അത് പറയാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഓ താങ്ക് യു സോ മച്ച്. എനിക്കത് പിന്നെ എങ്ങനെ അത് എക്സ്പ്രസ് ചെയ്യണ്ടേന്ന് അറിയത്തില്ല. അങ്ങനെ ഞാൻ പറയുകയും ചെയ്തു, എനിക്ക് ദിലീപേട്ടൻ്റെ കൂടെ ഒരു പടം ചെയ്യണം. ഞാൻ നേരിട്ടും പറയുകയും ചെയ്തു. ഞാൻ ഒരുപാട് മുന്നേ പറഞ്ഞിട്ടുണ്ട്, കാരണം എനിക്ക് ഇഷ്ടമാണ് അങ്ങനെ തമാശ കൂടുതൽ ചെയ്യാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്.